ആശാവർക്കർമാർക്ക് ആശ്വാസം. ഓണറേറിയം കുടിശ്ശികയും ഇൻസെന്റീവും അനുവദിച്ചു സർക്കാർ നടപടി. സമരം തുടങ്ങി 18ാം ദിവസം. സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ആശാവർക്കർമാർ. സമരക്കാരെ CPIM CITU നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്നുവെന്നും പരാതി. ആരോപണം നിഷേധിച്ച LDF കൺവീനർ TP രാമകൃഷ്ണൻ. സമരത്തെ തുണച്ച യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. വയനാട് കൃഷി ഓഫീസർ ജീവനക്കാരിയുടെ ആത്മഹത്യാശ്രമം. ജീവനൊടുക്കാൻ ശ്രമിച്ചത് കലക്ടറേറ്റിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസ് ജീവനക്കാരി. ആത്മഹത്യാശ്രമം സഹപ്രവർത്തകന്റെ മാനസിക പീഡനം മൂലമെന്ന ആരോപണം. ഇന്ന് അവിടെ പോയി അയാൾ എന്തൊക്കെയൊക്കെയോ തൊട വിളിച്ചു വന്നിട്ടുണ്ട്. അവിടുത്തെ വല്ലാതെ നേരത്തോട്ട് അവിടെ കരച്ചിലായിരുന്നു. ഓഫീസിലെല്ലാവരും അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ ശ്രദ്ധിക്കണം, അവളെന്തെങ്കിലും ചെയ്യും. അവളെ സെക്ഷനിലെ ചെയ്ത് തന്നെ അവിടെ ബാത്റൂമിലുണ്ടോന്ന് സംശയമുണ്ട്. ഞാൻ വിളിച്ചിട്ടൊന്നും അനങ്ങുന്നില്ല. പിന്നെ ഞാൻ കുറെ മുട്ടി വിളിച്ച്. അപ്പൊ അവള് കുറ്റിയെടുത്തെങ്കിലും അവിടെ വാതിലിൽ ചരിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു വിധത്തിലേക്ക് ഞാൻ തള്ളിത്തോറും. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാൻ അറസ്റ്റ് പിതുമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന ഡോക്ടർമാർ. ഡിസ്ചാർജ് തീരുമാനം മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം. അഫാന്റെ കുടുംബത്തിന് കടം നൽകിയവരുടെ വിവരം ശേഖരിക്കാൻ പോലീസ്. ഭാസ്കരക്കാരനവർ വധക്കേസ് പ്രതി ഷെറിനെതിരെ വീണ്ടും കേസ്. കണ്ണൂർ പള്ളിക്കുന്ന് വനിതാ ജയിലിൽ സഹതടവുകാരിയെ മർദ്ദിച്ചതിന് കേസ്. ഷെറിന് നല്ല നടപ്പ് കാണിച്ച് ശിക്ഷ ഇളവ് നൽകിയതിന് പിന്നാലെ. ചാനൽ ചർച്ചയ്ക്കിടയിൽ വിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. PC-യുടെ ആരോഗ്യനില മോശമെന്ന് അഭിഭാഷകൻ. നൽകുന്നത് മികച്ച ചികിത്സയെന്നും ജാമ്യം നൽകേണ്ടതില്ലെന്നും പ്രോസിക്യൂഷൻ. ജാമ്യ വ്യവസ്ഥകൾ PC ജോർജ് തുടർച്ചയായി ലംഘിക്കുന്നുവെന്നും പ്രോസിക്യൂഷൻ. മലപ്പുറം ചുങ്കത്തറയിലെ പഞ്ചായത്ത് അംഗം കൂറുമാറിയതിൽ ഭീഷണിയുമായി CPIM ഏരിയ സെക്രട്ടറി. നുബൈസയുടെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തിയത് CPIM ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ. അൻവറിനോടൊപ്പം നിന്നാൽ ഭാവിയിൽ ഗുരുതര വിഷയമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. പാർട്ടിയെ കുത്തിയാണ് പോകുന്നതെന്ന് ഓർത്തുവെച്ചോളാൻ ഭീഷണിക്കോൾ. അൻവറെ കണ്ടിട്ട് തീരുമാനമെടുത്താൽ ഭാവിയിൽ വലിയ ഗുരുതരമായ വിഷയങ്ങളുണ്ടാവും. ഈ പാർട്ടിയെ കുത്തിയിട്ടാണ് ഈ പോണത്. അത് ഓർമ്മ വെച്ചത്. ഒരു ഭാഷണയും എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉണ്ടാവുകയാണ്. മലപ്പുറം ചോളമുണ്ടിയിൽ കാട്ടാന കുഴിയിൽ വീണ് ചരിഞ്ഞത് കസേരക്കൊമ്പൻ എന്ന് വിളിക്കുന്ന ആന. ജഡം കണ്ടെത്തിയത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ. തൃശൂരിൽ മദ്യലഹരിയിൽ സുഹൃത്ത് പിടിച്ചു തള്ളി നിലത്ത് വീണ അധ്യാപകൻ മരിച്ചത് പൂങ്കുന്നം സ്വദേശി അനിൽ. സുഹൃത്ത് രാജരാജൻ കസ്റ്റഡിയിൽ. സംഭവം രാത്രി സംഗീത അക്കാദമി പരിസരത്ത്. കടൽമണൽ ഖനനത്തിനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരായ 24 മണിക്കൂർ തീരദേശ ഹർത്താൽ തുടരുന്നു. ഹർത്താൽ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. പിന്തുണയുമായി LDF-ഉം UDF-ഉം സമുദായ സംഘടന. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. വൃക്കയുടെ പ്രശ്നങ്ങളിൽ കുറവെന്ന് വത്തിക്കാൻ. ശ്വാസകോശ അണുബാധയിലും നേരിയ കുറവ്. രക്തപരിശോധനാ ഫലങ്ങളിലും പുരോഗതിയെന്നും വത്തിക്കാൻ.